ഇവിടെ ഈ പ്രശ്നമൊക്കെ നടന്നതിന് ശേഷവും ചികിത്സക്ക് വമ്പ തിരക്കാണ് ഇവിടെ. സാധാരണ ഇങ്ങനെ പ്രശ്നങ്ങൾ കഴിഞ്ഞാൽ തങ്ങന്മാരെ അഡ്രസ് പോലും കാണാനുണ്ടാവില്ല. പക്ഷെ ഇവിടെ വീണ്ടും വീണ്ടും തിരക്കാണ്. ഇതിന് മാത്രമല്ല, തിരക്ക് ക്രമീകരിക്കാൻ വേണ്ടി ബാക്കിൽ ബോർഡും വെച്ചു. തീർച്ചയായും എന്നിട്ടും ആളുകൾ ജനപ്രവാഹമാണ്. ശനി ഞാറൊന്നും അടുക്കാൻ കഴിയില്ല. അത് എന്താ വെച്ചാൽ അതൊക്കെ അള്ളാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന നിയമത്താണ്. അള്ള തന്ന നിയമത്താണ്. അത് അള്ളാഹ്ക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുത്തു കളയാൻ പറ്റുള്ളൂ. അല്ലാതെ കുറെ യൂട്യൂബില് കള്ളും കഞ്ചാവും അടിച്ചു വന്നിട്ട് അയാൾ അങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ്, അതിലൊന്നും അർത്ഥമല്ല. അതിലൊന്നും എന്തില്ല അർത്ഥമല്ല. നമ്മള് പിന്നെ നമ്മളൊക്കെ എടുത്ത് ഹക്കുണ്ടെങ്കിൽ കുറച്ചോ നമ്മളെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പൊ ആളുകൾ വരും, കായൊക്കെ കിട്ടും. ഓക്കെ. പിന്നെ പൊതുവെ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, ഇവിടെ നൂറെ ഹബീബ് തങ്ങളെ അഡ്മിൻസുകൾ ഫുള്ള് പെണ്ണുങ്ങളാണ്. അതുപോലെ ആണുങ്ങൾക്ക് അവിടെ സ്ഥാനമില്ല, പെണ്ണുങ്ങൾ പറയുന്ന പോലെ അവിടെ നടക്കുള്ളൂ, പെണ്ണുങ്ങളാണ് അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പൊ എങ്ങനെ ആ ചോദ്യത്തോട് എങ്ങനെ നിങ്ങൾ? ഇവിടെ ഏറ്റവും കൂടുതൽ ആണുങ്ങളും പെണ്ണുങ്ങളും ചികിത്സക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ആണുങ്ങൾക്ക് പരിചരിക്കാൻ ആളുണ്ട്. ഒരു 100-500 പെണ്ണുങ്ങൾ വന്നാല് ഇപ്പൊ ആണുങ്ങൾക്ക് പോയി ഇതാക്കാൻ പറ്റൂല. 100-200 ആണുങ്ങളുണ്ടാവും. അതൊക്കെ വീഡിയോ വീക്ഷിച്ച് ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ചില ആളുകൾ കുറ്റപ്പെടുത്താൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും വലിയ അർത്ഥമില്ല. പെണ്ണുങ്ങളും ഉണ്ട് പരിചരിക്കാൻ, ആണുങ്ങളെ പരിചരിക്കാൻ ആണുങ്ങളും ഉണ്ട്. മനസ്സിലായില്ല?